തണൽ പ്രോഗ്രാം ഇന്ന് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം പട്ടം മുറിഞ്ഞപാലം ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരുന്ന സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ മെന്റൽ റിട്ടാർഡേഷൻ CIMR എന്ന സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളും ലോകം തമസ്കരിച്ചവരെ സ്വജീവിതം കൊണ്ട് നമസ്കരിച്ച ഫാദർ തോമസ് ഫെലിക്സ് CMI എന്ന വന്യ പുരോഹിതൻ്റെ ജീവിത വഴികളുമാണ്. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വെളിച്ചവും തണലുമേകി അവരുടെ ജീവിത വഴികളിൽ പ്രത്യാശയുടെ തിരികൾ തെളിയിച്ചു നൽകി ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും പൊതുസമൂഹത്തിൽ ജീവിത വിജയം കൈവരിക്കാമെന്ന് തൻ്റെ ദർശന സാക്ഷാത്കാരത്തിലൂടെ ലോകത്തിന് ബോധ്യപ്പെടുത്തിയ വന്യ വൈദികൻ ഫാദർ തോമസ് ഫെലിക്സ് CMI. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ റിട്ടാർഡേഷൻ CIMR എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. 1980 ഫെലിക്സ് അച്ഛൻ തിരുവനന്തപുരം പട്ടം മുറിഞ്ഞപാലത്ത് ആരംഭിച്ച സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ മെന്റൽ റിട്ടാർഡേഷൻ CIMR രാജ്യത്ത് തന്നെ ആദ്യമായി ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സമഗ്ര വികസനത്തിനും പുനരധിവാസത്തിനും വേണ്ടിയുള്ള സ്ഥാപനമായിരുന്നു. കൂടാതെ ഇത്തരം കുട്ടികളെ മികച്ച വ്യക്തിത്വങ്ങളാക്കി മാറ്റുവാൻ പരിശീലിപ്പിക്കുന്നതിന് ആയിരക്കണക്കിന് അധ്യാപകർക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പരിശീലനവും നൽകി പൊതുസമൂഹത്തിന് സമർപ്പിക്കുകയും ചെയ്തു ഫാദർ തോമസ് ഫെലിക്സ് CMI അച്ഛൻ. എൻ്റെ പേര് സിസ്റ്റർ എലൈസ് മേരി. ഞാൻ 1973 മുതൽ ചങ്ങനാശ്ശേരിയിൽ ബഹുമാനപ്പെട്ട ഫെലിക്സ് അച്ഛൻ്റെ കൂടെ ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയ ആളാണ്. ആരംഭകാലത്ത്, അതായത് 70s ആരും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെപ്പറ്റി ചിന്തിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതിരുന്ന ഒരു സമയത്താണ് ബഹുമാനപ്പെട്ട അച്ഛന് ഈ ഫീൽഡിനെ പറ്റി ചിന്തിക്കുകയും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് അമ്മമാർക്ക് ഒരാശ്വാസം പകരാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തെപ്പറ്റി ചിന്തിച്ചത്. അതിന് പല കാരണങ്ങളുണ്ട്. അച്ഛൻ ചെറുപ്പമായിരുന്നപ്പോൾ, അച്ഛൻ്റെ വീട് കടുത്തുരുത്തിയിലാണ്. ചെറുപ്പമായിരുന്നപ്പോൾ അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് ഉമ്മച്ചൻ എന്ന് പറഞ്ഞുള്ള ഒരു പയ്യൻ അവരുടെ വീട്ടിലെപ്പോഴും വരും. അച്ഛൻ്റെ അമ്മ വളരെ സ്നേഹമായിട്ട് ആ പയ്യനോട് സംസാരിക്കുകയും അവന് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നതായിട്ടുള്ള അനുഭവം അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് ഓടി വരുമ്പോൾ അവൻ വീട്ടിൽ കാണും. അന്നേരം ഒലിപ്പയെന്നൊക്കെ പറഞ്ഞ് ഇവർ കളിയാക്കും. കാരണം നമുക്കറിയാം, പലപ്പോഴും പ്രോപ്പർ ട്രെയിനിങ് ഒന്നും ഇല്ലാഞ്ഞിട്ട് വായിൽ കൂടെ വെള്ളം ഒഴുകുക, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല മസിൽസും വീക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അന്ന് നമുക്കതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഇവർ കളിയാക്കുമ്പോൾ അമ്മ പറയും, മക്കളെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ കളിയാക്കരുത്. അങ്ങനെയുള്ള പിള്ളേരുടെ അമ്മമാർക്ക് എന്ത് വേദനയായിരിക്കും, നിങ്ങൾക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത്. അച്ഛൻ പറയുന്നത്, നിങ്ങൾക്ക് കണ്ണും മൂക്കും ഉണ്ട്, പഠിക്കാൻ ബുദ്ധിയുണ്ട്, സ്കൂളിൽ പോകാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കുഞ്ഞുങ്ങളും അവരുടെ അമ്മമാരും, അപ്പം നിങ്ങൾ ഒരിക്കലും കളിയാക്കരുത്, നിങ്ങൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണമെന്ന്. അപ്പം അമ്മ ഈ മക്കളെ എന്നും പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് അച്ഛൻ്റെ മനസ്സിൽ കിടന്നു. പിന്നെ അച്ഛൻ വലുതായി സെമിനാരിയിൽ പോയി. സെമിനാരിയിൽ ഓർഡിനേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള ചെത്തിപ്പുഴ ആശ്രമത്തിലാണ് ആശ്രമത്തിലേക്കാണ് അച്ഛന് ട്രാൻസ്ഫർ കിട്ടിയത്. അച്ഛൻ അവിടെ സോഷ്യൽ വർക്കും വീട് പണികളും ഒക്കെ ആയിട്ട് നടന്നപ്പം സൺഡേ സ്കൂളിൻ്റെ ചുമതലയുണ്ടായിരുന്നു. അപ്പം സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കുഞ്ഞിൻ്റെ അമ്മ വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്ത് നടക്കുമല്ലേ, എനിക്ക് ബുദ്ധി കുറവുള്ള 2 മക്കളുണ്ട്, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ, CMIക്കാർക്ക് ഒത്തിരി പ്രസ്ഥാനങ്ങളുണ്ട്, അച്ഛൻ ഇതേപ്പറ്റി ഒന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞു. റോയി, റിറ്റി എന്ന് പറയുന്ന രണ്ട് മാലാഹ കുഞ്ഞുങ്ങളെ പോലെയുള്ള 2 മക്കളെ. അപ്പോൾ അവർ ഓടിയ അമ്മയുടെ പുറയിലേക്ക് മാറിപ്പോയി. അപ്പോൾ അന്ന് അച്ഛൻ ചിന്തിച്ചു, ഇവരെയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. പിന്നെ ചെത്തിപ്പുഴ പല സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കണ്ടുമുട്ടാനിടയായി. അച്ഛൻ അതിനെപ്പറ്റി എല്ലാം ചിന്തിച്ചിട്ട് അന്ന് ചങ്ങനാശ്ശേരിയിലെ ബിഷപ്പ് പൗവത്തിൽ, അന്ന് പിതാവായിരുന്നില്ല. അപ്പോൾ അച്ഛൻ പിതാവുമായിട്ട് നല്ല ഒരു റാപ്പോർട്ട് ഉണ്ടായിരുന്ന ആളാണ്. കോളേജിൽ പിതാവ് പഠിപ്പിച്ചിരുന്ന സമയമായിരുന്നു. അച്ഛൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും തുടങ്ങണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചിന്തിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ഒന്നിച്ച് എന്താ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ ഇതിനെപ്പറ്റി ഫെലിക്സച്ചൻ കൂടുതൽ പഠിക്കാനായിട്ട് തീരുമാനിച്ചു. കേരളത്തിലുള്ളതും ഇന്ത്യയിലെ പല പ്രസ്ഥാനങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാനായിട്ട് വിസിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ സ്കൂള് മാത്രം തുടങ്ങിയത് കൊണ്ടായല്ല, പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് വേണം. അപ്പം പൗത്യ പിതാവും ഫെലിക്സച്ചനും എല്ലാം കൂടെ ഒന്നിച്ചുകൂടി അടുത്തുള്ള പല കോൺഗ്രിഗേഷനിലെ, അതായത് ക്ലാര മഠം, ആരാധന മഠം, തിരുഹൃദയ മഠം,
അങ്ങനെയുള്ള കർമ്മലിത്ത ആ മഠങ്ങളിലുള്ള സുപ്പീരിയേഴ്സിനെ വിളിച്ചിട്ട് സിസ്റ്റേഴ്സിനെ ട്രെയിനിങ്ങിന് അയക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ ട്രെയിനിങ്ങിന് സിസ്റ്റേഴ്സിനെ ഓരോ മഠങ്ങളിൽ നിന്നും കിട്ടി. അവരെ ഫെലിക്സച്ചൻ തന്നെ പല ബാംഗ്ലൂർ, മദ്രാസിൽ, ബോംബെയിൽ, ഡൽഹിയിൽ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ട്രെയിനിങ്ങിന് അയച്ചു. അപ്പോൾ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞാൽ അങ്ങനെ ട്രെയിനിങ്ങിന് അയക്കപ്പെട്ടതിൽ ഒരാളാണ് ഞാൻ. കൗമാരകാലത്ത് ഇത്തരം കുട്ടികളെ കരുണയോടെ കാണണം എന്ന തൻ്റെ മാതാവിൻ്റെ ഉപദേശം മാനിച്ച് തുടർന്നുള്ള ജീവിതത്തിൽ ഇത്തരം കുട്ടികൾക്കായുള്ള പ്രവർത്തനങ്ങൾക്കു വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെക്കുകയായിരുന്നു ഫാദർ തോമസ് ഫെലിക്സ് CMI. ആകൃതിയിൽ നിന്ന് അക്ഷരങ്ങളും അക്കങ്ങളും പഠിക്കുവാനും എഴുത്തിലും വായനയിലൂടെയും അല്ലാതെ വൃത്തം, ദീർഘചതുരം, ത്രികോണം, സമചതുരം എന്നിവയെ അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും ആകൃതിയിലൂടെ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് 3CS എന്ന നവീന പാഠ്യപദ്ധതി അടിസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് CIMR. ഫെലിക്സ് അച്ഛൻ ഡെവലപ്പ് ചെയ്ത പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതിയാണ് 3Cs കോൺസെപ്റ്റ്. ആ 3Cs കോൺസെപ്റ്റ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് ഇവിടെ DCMRൽ പ്രധാനമായിട്ടും നടക്കുന്നത്. 3Cs കോൺസെപ്റ്റിൻ്റെ 3Cs എഡ്യൂക്കേഷൻ ഫിലോസഫിയുടെ ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഷെയ്പ്സ് ആൻഡ് കളേഴ്സാണ്. അപ്പം നമ്മുടെ പ്രപഞ്ചത്തിൽ 4 അടിസ്ഥാന ആകൃതികളാണുള്ളത്. അതാണ് ഈ ഫസ്റ്റ് പിക്ചറിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതൊരു വ്യക്തിയുടെയും ഫസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സ്ക്രിബിളിങ്ങിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആ സ്ക്രിബിളിങ്, സെക്കൻഡ് പടം പറയുന്നത് ആ സ്ക്രിബിളിങ്ങിൽ നിന്ന് കുറേ വട്ടങ്ങളാണ് ഫോം ചെയ്യുന്നത്. ആ വട്ടങ്ങൾക്കകത്ത് നമ്മുടെ അടിസ്ഥാന ആകൃതികളായ ദീർഘചതുരം, ത്രികോണം, സമചതുരം എന്നിവ ഉൾക്കൊള്ളുന്നു. ഇപ്പം നമ്മുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ഈ അടിസ്ഥാന ആകൃതികളിൽ നിന്നാണ് ലോകത്തിലെ എല്ലാ ഭാഷകളും ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇപ്പം നമ്മൾ രണ്ടാമത്തെ പിക്ചറിൽ പറയുന്നത് അടിസ്ഥാന ആകൃതികളിൽ നിന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ത്രികോണത്തിൻ്റെ നിന്ന് A എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ ഫോം ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ BC എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ ഒരു സൈഡാണ് C എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. അപ്പം ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഇംഗ്ലീഷ്, രണ്ടാമത്തേത് മലയാളം, മൂന്നാമത്തേത് ഹിന്ദി. ഇതുപോലെ എല്ലാ ഭാഷകളും ഷേപ്സിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ആകൃതികളിൽ നിന്ന് അക്ഷരങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ ആകൃതികളിൽ നിന്ന് നമ്മൾ അക്കങ്ങളും പഠിക്കുന്നു. അതായത് വട്ടത്തിൽ നിന്ന് 1 എന്നുള്ള നമ്പരും, ദീർഘചതുരത്തിൽ നിന്ന് 2 എന്നുള്ളതും, ത്രികോണത്തിൽ നിന്ന് 3ഉം, സമചതുരത്തിൽ നിന്ന് 4ഉം എന്ന അക്കങ്ങൾ പഠിക്കുന്നു. അതാണ്, അത്രയും പടങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കോൺസെപ്റ്റിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിനായിട്ട് 4 പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണുള്ളത്. അതിൽ ആദ്യത്തെ ക്ലാസ്സാണ് നോയിങ് ദ ഷേപ്പ് ക്ലാസ്. ഈ നോയിങ് ദ ഷേപ്സ് എന്ന് പറയുന്നത് ആകൃതികൾ അറിയുക. അതിന് ആകൃതികൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള പഠന ഉപകരണങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള സർക്കിൾസ്, അതിൻ്റെ പകുതിയായിട്ടുള്ള സെമി സർക്കിള്, പിന്നെ രണ്ടാമത്തെ ആകൃതിയായിട്ടുള്ള ദീർഘചതുരങ്ങൾ, പിന്നെ മൂന്നാമത്തേത് ത്രികോണം, നാലാമത്തേത് സമചതുരം. അപ്പോൾ ഏതൊരു വ്യക്തിയും ആദ്യം കാണുന്നത് കുട്ടിയുടെ അമ്മയുടെ മുഖമാണ്. ആ മുഖത്തിലാണ് നമ്മൾ എല്ലാ ആകൃതികളും അടങ്ങിയിരിക്കുന്നു. അതാണ് ഈ പടം പറയുന്നത്. അതായത് ഒരു കുട്ടിയുടെ വട്ടത്തിലുള്ള മുഖത്തിൽ 2 ദീർഘചതുരം എന്ന് പറയുന്നതാണ് നെറ്റി, 2 വട്ടങ്ങളാണ് കണ്ണുകൾ, ത്രികോണമാണ് മൂക്ക്, വായ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം അനുഭവമാകുന്നത് അടിസ്ഥാന ആകൃതികളാണ്.
തൻ്റെ നിരന്തരമായ പഠനത്തിലൂടെയും ഗവേഷണങ്ങളിലൂടെയും നൂതനമായ ശാസ്ത്രീയ രീതികൾ കോർത്തെടുത്ത് വികസിപ്പിച്ചെടുത്ത നോയിങ് ദ ഷേപ്പ് ക്ലാസ്, മേക്കിംഗ് ദ ഷേപ്പ് ക്ലാസ്, സെലക്ടിംഗ് ദ ഷേപ്പ് ക്ലാസ്, കമ്പൈനിങ് ദ ഷേപ്പ് ക്ലാസ് എന്നീ 4 പഠനമുറികളിലൂടെ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സമഗ്ര വികസനത്തിനും പുനരധിവാസത്തിനുമാണ് ഫെലിക്സ് അച്ഛൻ CIMRലൂടെ അടിസ്ഥാനമിട്ടത്. അങ്ങനെ നോയിങ് ദ ഷേപ്പ് എന്ന് പറയുന്ന ക്ലാസ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ഞങ്ങളുടെ പ്രൈമറി ഗ്രൂപ്പ് സ്റ്റുഡൻസ് ആണ്. 6 വയസ്സ് മുതലുള്ള കുട്ടികൾ. ഇത് 3C കോൺസെപ്റ്റ് അനുസരിച്ചുള്ള 1ാമത്തെ ക്ലാസ്സാണ്. നോയിങ് ദ ഷേപ്പ് ക്ലാസ്സാണ്. ഇതിൽ ഞങ്ങൾ ആകൃതികളിലൂടെയാണ് കുട്ടികളെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചെടുക്കുന്നത്. ഭാവിയിൽ അവർക്ക് നേടിയെടുക്കേണ്ട എല്ലാ കഴിവുകളും ഈ ക്ലാസ്സുകളിലൂടെയാണ് ഈ കുട്ടികൾ നമ്മൾ പ്രാപ്തരാക്കുന്നത്, നേടിയെടുക്കുന്നതിന് വേണ്ടി. ഇത് നമ്മുടെ പ്രൈമറി ക്ലാസ്സാണ്. 6 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. ഇത് നമ്മൾ ഓരോ ദിവസവും സ്ക്രിബിളിങ് മുതൽ ഓരോ ക്ലാസ്സുകളിലൂടെ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. 1975 ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിൽ ആദ്യമായി ആശാഭവൻ എന്ന സ്ഥാപനം ഇത്തരം കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ചു. തുടർന്ന് 1975 മുതൽ 79 വരെ 40-ൽ പരം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള ഇത്തരം കുട്ടികൾക്ക് ലഭിക്കുന്ന മികച്ച ശുശ്രൂഷകളും പരിചരണങ്ങളും മനസ്സിലാക്കി അതിൽ നിന്നും തൻ്റേതായ ശൈലിയിൽ രൂപപ്പെടുത്തിയെടുത്ത 3CS എന്ന വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ അച്ഛൻ ആരംഭിച്ചു. 75 ആശാഭവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സിസ്റ്റേഴ്സ് 4 പേര് കുറച്ച് കുട്ടികളും എല്ലാമായിട്ട് അവിടെ താമസം തുടങ്ങി. അപ്പം ഞങ്ങൾ പല കോൺഗ്രിഗേഷനിലുള്ള സിസ്റ്റേഴ്സ് ആയിരുന്നു. എല്ലാവരും ഒരുമയോടെ, എല്ലാവരും ട്രെയിനിങ് കഴിഞ്ഞവരാ. അവിടെ കുട്ടികളുമായിട്ട് ഹോസ്റ്റലാണ് തുടങ്ങിയത്. അപ്പം ആദ്യം ഹോസ്റ്റലിൽ തുടങ്ങാൻ കാരണം നമുക്ക് സ്കൂളുകളൊന്നും അവിടെ അധികം ഇല്ലായിരുന്നു. വളരെ കുറച്ച് സ്കൂളുകളേ ഉള്ളൂ. അപ്പോൾ അച്ഛനും സിസ്റ്റേഴ്സും ഒക്കെ നടത്തുന്ന സ്കൂളെന്ന് പറയുമ്പം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ പേരൻസ് അവിടെ കൊണ്ടുവന്ന് ഹോസ്റ്റലിൽ നിർത്തി. ഇപ്പോൾ ഹോസ്റ്റലിൽ നോക്കുന്നത് ഞങ്ങളെ സഹായിക്കാൻ 2 ടീച്ചർമാരെ പോലെ വ്യക്തികളുണ്ടായിരുന്നു. അപ്പം പിള്ളേരെ പഠിപ്പിക്കുന്നതും അവരുടെ കാര്യങ്ങളും നോക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് നോക്കിയിരുന്നത്. അപ്പം ഞങ്ങളെ 1975 ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് ആക്കിയിട്ട് ഫെലിക്സ് അച്ഛൻ പുറത്ത് പഠിക്കാൻ പോയി. അച്ഛൻ 75 മുതൽ 78, 79 വരെയുള്ള വർഷങ്ങളിൽ 40 രാജ്യങ്ങളിൽ അച്ഛൻ പോയി പഠനം നടത്തി. ചുമ്മാ നാട് വിസിറ്റ് ആയിരുന്നില്ല. എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഭിന്നശേഷി പിള്ളേർക്ക് മറ്റ് രാജ്യങ്ങളിൽ കൊടുക്കുന്നത്, അപ്പോൾ അതെല്ലാം പഠിച്ച് മനസ്സിലാക്കി അമേരിക്കയിലെ ഡുക്കൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇതിൻ്റെ ഡോക്ടറേറ്റും എല്ലാം അച്ഛൻ സ്വീകരിച്ച് അച്ഛൻ തിരിച്ചു വന്നപ്പോഴും ഞങ്ങളവിടെ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ അവധിക്ക് വരുമ്പോഴൊക്കെ പുതിയ കാര്യങ്ങൾ അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. ട്രഡീഷണൽ പരിശീലനമാണ് ഞങ്ങളൊക്കെ നേടിയെടുത്തത്. അതിനുശേഷം പല ഗ്രൂപ്പുകളായിട്ട് പിള്ളേരെ തിരിക്കുക, ഗ്രൂപ്പിനൊരു പേര് കൊടുക്കുക, അവരെ കൊണ്ട് ചെറിയ രീതിയിൽ അഗ്രികൾച്ചറൽ ട്രെയിനിങ് കൊടുക്കുക, ഓരോരുത്തർക്കും അവരുടെ രീതിയിൽ കപ്പ നടുക, വാഴ നടുക, അതിൻ്റെ പേര് അവരെ കൊണ്ട് എഴുതി വെപ്പിച്ചിട്ട് അതിന് വെള്ളം ഒഴിക്കുക. ഇങ്ങനെ ഓരോ പുതിയ കാര്യങ്ങളും അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിള്ളേരെ ഔട്ടിങ്ങിന് കൊണ്ടുപോകുക, കടകളിൽ കൊണ്ടുപോകുക. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് അച്ഛൻ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ 80 അച്ഛൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഈ ചങ്ങനാശ്ശേരിയിലെ സ്കൂള് ഡയസിന് വിട്ടുകൊടുത്തു. ഡയസിസാണ് അത് ഏറ്റെടുത്തത്. പിന്നെ കർമ്മലിത്ത സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ അത് ഇപ്പോഴും നടത്തിപ്പോരുന്നു. ഞാനൊക്കെ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിക്ക് മാറിപ്പോയി, കാരണം ഡയസിസ് ഡിവൈഡ് ചെയ്തപ്പോൾ. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലും റോട്ടറിക്കാരോടുകൂടി ആശാനിലയം എന്ന് പറഞ്ഞൊരു സ്കൂളിൽ ഞാനും ലൂമിന എന്ന് പറയുന്ന SHലെ ഒരു സിസ്റ്റർ ഞങ്ങൾ 2 പേര് അവർക്ക് വേണ്ടി വർക്ക് ചെയ്തു. ആ സ്കൂൾ കാലക്രമേണ ഇപ്പം കാഞ്ഞിരപ്പള്ളി ഡയസിസ് ഏറ്റെടുത്തിട്ട് അതാണ് പിന്നെ റോയി അച്ഛൻ്റെ നേതൃത്വത്തിൽ ആശാനിലയമായിട്ട് ഭംഗിയായിട്ട് വർക്കൗട്ട് ചെയ്തു പോകുന്നത്. അപ്പം 1980 അച്ഛൻ കാഞ്ഞിരപ്പള്ളിയിലെ സ്കൂളിനൊക്കെ ശേഷം എറണാകുളത്ത് തിരിച്ചു വന്നിട്ട് അവിടെ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തു. ഓൾ കേരള അസോസിയേഷൻ ഫോർ ദ മെൻ്റലി റിട്ടാർഡ് എന്ന് അങ്ങനെയാണ് അവിടെ രജിസ്റ്റർ ചെയ്തു. അതോടൊപ്പം തന്നെ ആശാ കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു സ്കൂൾ നമ്മൾ തുടങ്ങി. സ്കൂള് മാത്രം പോരാ, ട്രെയിനിങ് മാത്രം പോരാ, സ്കൂളും ട്രെയിനിങ്ങും ഉണ്ടെങ്കിൽ കൂടുതൽ വ്യക്തികൾക്ക് ട്രെയിനിങ് കൊടുത്ത് കൂടുതൽ പിള്ളേരെ പരിശീലിപ്പിക്കാൻ പറ്റുമെന്നുള്ള ഒരു ബോധ്യത്തിലായിരുന്നു. അന്ന് കേരളത്തിലെ ട്രെയിനിങ് സെൻറ്റേഴ്സേ ഒന്നുപോലും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ പോയി പഠിക്കാൻ ഇടയാകേണ്ടി വന്നത്. ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 56, 55, 56 2 ബാച്ച് ടീച്ചർ ട്രെയിനിങ്ങാണ്
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റെക്കഗ്നേഷനുള്ള 2 years ഡിപ്ലോമ കോഴ്സ്. അപ്പം നമ്മളിലൂടെ അന്ന് ട്രെയിനിങ് തുടങ്ങിയത് 3 മാസം 6 മാസം പിന്നെ ഒരു 1 year ആക്കി. അച്ഛൻ RCAയുടെ മെമ്പർ ആയിരുന്നതുകൊണ്ട് ഈ ഷോർട്ട് കോഴ്സ് നടത്തിയ എല്ലാവരെയും നമ്മൾക്ക് പുതിയതായിട്ടൊരു കോഴ്സും കൂടി കണ്ടക്ട് ചെയ്ത് എക്സാം എല്ലാം നടത്തിയിട്ട് അവർക്ക് രജിസ്ട്രേഷൻ കിട്ടത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റി. ഇപ്പോൾ കേരളത്തിലുള്ള മിക്കവാറും സ്കൂളുകൾ തുടക്കത്തിൽ ഇവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞ് പോയി തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ധാരാളം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഫെലിക്സ് അച്ഛനിലൂടെ കേരളത്തിന് കിട്ടി. ദീർഘനാളത്തെ തൻ്റെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി അദ്ദേഹം കണ്ടെത്തി രൂപപ്പെടുത്തിയ പഠനഘട്ടങ്ങളായിരുന്നു 3CS അഥവാ 3 Cകൾ എന്ന പഠനരീതി. കോംപ്രിഹെൻഷൻ, കോമ്പിറ്റൻസി ആൻഡ് ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ കാര്യഗ്രഹണം, കഴിവ് നേടൽ, ക്രിയാത്മകത എന്ന 3 കാര്യങ്ങളിൽ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ പാഠ്യപദ്ധതി. ഇത് വട്ടം, സമചതുരം, വീടിൻ്റെ ആകൃതി, ദീർഘചതുരം, ത്രികോണം. ഇത് വട്ടം, ദീർഘചതുരം, ത്രികോണം, സമചതുരം. ഈ 4 ആകൃതിയിലുള്ള ടീച്ചിങ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് കുട്ടികളെ, ഏത് ലെവലിലുള്ള കുട്ടികളെയും വളരെ അധികം കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ ടീച്ചിങ് മെറ്റീരിയൽസ് കൊണ്ട് നമ്മളിത് കോർക്കുകയും ഇത് വെച്ച് വരപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ, കോൺസെൻട്രേഷനുള്ള കഴിവ്, അടങ്ങിയിരുന്നൊരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ്, പിന്നെ നമ്പർ കോൺസെപ്റ്റ്, ടൈം കോൺസെപ്റ്റ്, ഷേപ്സിനെ കുറിച്ച്, കളേഴ്സിനെ കുറിച്ചൊക്കെയുള്ള ധാരണ അവരിൽ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ ഞങ്ങളുടെ സ്കൂളിൽ വരുന്ന എല്ലാ കുട്ടികളും വളരെ താല്പര്യത്തോടു കൂടി ഈ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാറുണ്ട്. അവരുടെ അറ്റൻഷൻ സ്പാന് കൂട്ടുന്നതിനായിട്ട്, കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട്, ഐ ഹാൻഡ് കോർഡിനേഷൻ കൂട്ടുന്നതിനായിട്ടൊക്കെ ഇത് വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. 1975 എറണാകുളം കേന്ദ്രമാക്കി ഓൾ കേരള അസോസിയേഷൻ ഫോർ ദി മെൻ്റലി റിട്ടയർഡ് എന്ന സംഘടന രൂപീകരിച്ചു. തുടർന്ന് ആശാകേന്ദ്രം സ്കൂളും എറണാകുളത്ത് ആരംഭിച്ചു. 1983 മുറിഞ്ഞപാലത്ത് DCMR സ്ഥാപിച്ചു. തുടർന്ന് ഡിപ്ലോമ ട്രെയിനിംഗ് കോഴ്സും റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ RCIയുടെ അംഗീകാരമുള്ള 2 വർഷത്തെ ഡിപ്ലോമ ട്രെയിനിംഗ് കോഴ്സ് ആരംഭിച്ചു. ഇത്തരം കുട്ടികളെ ശുശ്രൂഷിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുവാൻ പ്രാപ്തി നേടിയ 1000-ൽ പരം അധ്യാപകരെ ഈ പൊതുസമൂഹത്തിന് അച്ഛൻ സമ്മാനിച്ചു. CAMRലെ കുഞ്ഞുങ്ങളിൽ പലർക്കും സ്പീച്ചിന് ബുദ്ധിമുട്ടുള്ളവരാണ്. അതായത് സംസാര വൈകല്യമുള്ള കുഞ്ഞുങ്ങളാണ്. അതായത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളുണ്ട്, GDD കുഞ്ഞുങ്ങളുണ്ട്, ഡൗൺ സിൻഡ്രോം ഉണ്ട്, ASD ഉണ്ട്. പല കുഞ്ഞുങ്ങൾക്കും സ്പീച്ച് ഡിസബിലിറ്റി എന്ന് പറയുന്നത്, അതായത് സംസാര വൈകല്യം എന്ന് പറയുന്നത് പല നിലവാരത്തിലാണ്. അപ്പോൾ നമ്മുടെ തെറാപ്പിയിൽ കൂടെ തന്നെ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കുഞ്ഞുങ്ങളിൽ സംസാരം കുറച്ച് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി എടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഈ മോളെന്ന് പറയുന്നത് നിതാരയാണ് മോളുടെ പേര്. 8 വയസ്സുണ്ട്, ഡൗൺ സിൻഡ്രോമാണ്. മോൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം, അതായത് ഇപ്പം പിക്ചർ ഐഡൻറ്റിഫിക്കേഷനൊക്കെ അറിയാം. പക്ഷേ മോള് പറയുന്നതിൽ ഒരു വ്യക്തത കുറവുണ്ട്. ഇപ്പോൾ കായ്ക്ക് പകരം മോള് തായായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ആർട്ടിക്കുലേഷൻ ഇഷ്യൂസാണ് മോൾക്ക് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ മോൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കുഞ്ഞുങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് വൈകല്യത്തിൻ്റെ തോതെന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഈ ആർട്ടിക്കുലേഷൻ ഇഷ്യൂസ് നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു കണ്ടിന്യൂസ് ഒരു 3 months നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തെറാപ്പി കൊടുത്ത് വീട്ടിൽ അതുപോലത്തെ പരിശീലനവും കൊടുക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മാറ്റം വരുന്നുണ്ട്, മാറ്റം വരുത്തിയെടുക്കാൻ പറ്റും. പിന്നെ GDD കേസൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമുക്കൊരു 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് തെറാപ്പി കൊടുത്ത് വീട്ടിലെ ട്രെയിനിങ് കൂടെ ആകുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലൊരു മാറ്റം കുഞ്ഞുങ്ങളിൽ വരുന്നത്. വീട് ഒരു വിദ്യാലയമെന്ന തത്വത്തിൽ അധിഷ്ഠിതമായി ആയിരക്കണക്കിന് ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വീടുകളിൽ തന്നെ പരിശീലനം നൽകി ഭിന്നശേഷിക്കാരിലെ കലാവാസനകൾ തിരിച്ചറിഞ്ഞ് അവ വളർത്തിയെടുക്കുന്നതിലും അച്ഛൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങളുടെ ഒക്കേഷണൽ ഗ്രൂപ്പ് കുട്ടികളാണ്
ഇവരിൽ പ്രധാനമായിട്ടും 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് ഈ ഗ്രൂപ്പിലുള്ളത്. ആ കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിൽ ഇതിപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ക്ലാസ്സാണ്. ഇന്നൊരു ടീച്ചറാണ് ക്രാഫ്റ്റിൽ പ്രധാനമായിട്ടും കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ച് ഇന്നൊരു ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് ഇവർക്ക് പ്രധാനമായിട്ടും ഒരു എൻജോയ് ചെയ്യുന്നത് ഒന്ന്, രണ്ടാമത് ഫ്ലവർ കണ്ട് ആസ്വദിച്ചിട്ട് ഈ രീതിയിലൊരു ഫ്ലവർ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മനസ്സ് തോന്നുന്നു. അവരത് പിറ്റേത് ക്ലാസ്സിൽ തന്നെ ഇങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കാം എന്നുള്ളത്. അത് ഈ ഉണ്ടാക്കുന്ന ഫ്ലവർ നമ്മൾ എക്സിബിഷൻ വയ്ക്കാറുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഫ്ലവറൊക്കെ ഉണ്ടാക്കി ആൾക്കാർ പേരൻ്റോ അല്ലാതെ കാണാൻ വരുന്നവരെ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് വീണ്ടും വീണ്ടും ഈ ഫ്ലവറൊക്കെ ചെയ്യാനും വീട്ടിൽ പോയാലും ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങൾ അവർ നല്ല മനോഹരമായിട്ട് വെട്ടി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് എക്സിബിഷനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. കുറേ സാധനങ്ങൾ വിൽക്കാനെല്ലാം ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവരുടെ മാനസിക ഉല്ലാസത്തിനായിട്ട് അവർ ചെയ്യുന്നതാണ്. ഈ വൊക്കേഷനിൽ പഠിപ്പിക്കുന്നത് ഒരു തൊഴിൽ രീതിയിലാണ്. അവർക്കത് ചെയ്യുന്നത് അവരുടെ മാനസിക ഉല്ലാസം. പിന്നെ വന്നിട്ട് അവർ ഇത് ചെയ്ത് അവരുടെ ഒരു തൊഴിൽ ജീവിതം, അവർക്ക് ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഒരു തൊഴിൽ ജീവിതം കൂടെ കണ്ടെത്തുന്ന ഒരു വരുമാന മാർഗം കൂടെ ആയിട്ടാണ് ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഭിന്നശേഷിക്കാരായ ഇത്തരം കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് ആയിരക്കണക്കിന് അധ്യാപകർക്ക് അച്ഛൻ പ്രത്യേക പരിശീലനം നൽകി. ഇത് ടീച്ചേഴ്സ് ട്രെയിനേഴ്സിൻ്റെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ടീച്ചിങ് ആണ്. അതായത് കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നുള്ള ഒരു ട്രെയിനിങ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ കുട്ടികൾക്കും അവരെന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനാവശ്യമായ ടീച്ചിങ് മെറ്റീരിയൽസ് എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അത് കുഞ്ഞുങ്ങളിലേക്ക് ആ ഒരു കോൺസെപ്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് ഇവരിവിടെ ചെയ്യുന്ന കാര്യം. ഓരോ കുട്ടികളും ഓരോ ലെവലിലുള്ള കുഞ്ഞുങ്ങളായിരിക്കും. അപ്പോൾ അവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഇവർ ആ കോൺസെപ്റ്റ് അവരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടികളുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ എന്നുള്ളതാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെങ്ങനെയാണ് ട്രെയിൻ ചെയ്യിക്കേണ്ടത്, ഇവർ ഫ്യൂച്ചറിൽ അധ്യാപകരാണ്. അപ്പോൾ കുട്ടികളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ് മെയിനായിട്ട് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. ലെസൺ പ്ലാനൊക്കെ തയ്യാറാക്കിയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അതിനാവശ്യമായ ടീച്ചിങ് മെറ്റീരിയൽസ് അവരുണ്ടാക്കി കൊണ്ടുവരും. അതാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് എത്തിക്കുന്നത്. 3Cs കോൺസെപ്റ്റ് അനുസരിച്ചുള്ള രണ്ടാമത്തെ ക്ലാസ്സാണിത്. മേക്കിംഗ് ദ ഷേപ്സ്, അതായത് ആകൃതികൾ ഉണ്ടാക്കുക. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആകൃതികളെ കുറിച്ച് പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ ആകൃതികൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മേക്കിംഗ് ദ ഷേപ്പ് ക്ലാസ്സിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്, നോയിങ് ദ ഷേപ്പ് ക്ലാസ്സിൽ നമ്മൾ ആകൃതികളെയും നിറങ്ങളെയും കൂടെ പഠിച്ചു കഴിഞ്ഞ ശേഷം ഇവിടെ നമ്മൾ ആകൃതികൾ ഉണ്ടാക്കുകയും അവയ്ക്ക് വ്യക്തമായൊരു രൂപം കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ വ്യക്തമായിട്ട് രൂപം കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നുണ്ടാകുന്ന മേശ, കസേര, വീട്, അതൊക്കെ നമ്മുടെ കുട്ടികളെ ഭാവിയിൽ ജോലി ചെയ്യാനുള്ള കഴിവുള്ളവരായിട്ട് മാറ്റുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളെ എങ്ങനെ എംപ്ലോയ്മെൻറ്റിലേക്ക് നയിക്കാം എന്നുള്ളതാണ്. മെയിനായിട്ട് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളെ സമൂഹത്തിൽ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പ്രാപ്തനാക്കുക എന്നുള്ളതാണ്. അതായത് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുക, സമൂഹത്തിൽ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അവരെ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം മെയിനായിട്ട്. ഫാദർ തോമസ് ഫെലിക്സ് CMI അച്ഛനോടൊപ്പം ദീർഘകാലം ഈ ശുശ്രൂഷകളിൽ പങ്കാളിയായിരുന്ന സിസ്റ്റർ എലൈസ് മേരി DSC ആണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ. CAMR എന്ന സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഫാദർ തോമസ് ചെങ്ങനാരിപ്പറമ്പിൽ സേവനം ചെയ്യുന്നു. ഈ ആർട്സും ക്രാഫ്റ്റ്സും പെർഫോമൻസും എല്ലാം അതുപോലെ തന്നെ അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഏർലി ഐഡൻറ്റിഫിക്കേഷൻ. നമ്മൾക്ക് ഇവിടെയുള്ള ഒരു പ്രോഗ്രാമാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന ആ സമയത്ത് തന്നെ, ജനിച്ച ഉടനെ തന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ജർമ്മനിയെ ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റം, അതായത് മ്യൂണിക്കിൽ, അതായത് ഡോക്ടർ വോയിറ്റായും പ്രൊഫസർ ഹെൽബർഗയും കൂടി ഡെവലപ്പ് ചെയ്തതാണ്. ആ ഒരു സിസ്റ്റം ഫെലിക്സച്ചൻ പഠിച്ചിട്ട് ഇവിടെ അത് നമുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ജർമ്മനിയിൽ നിന്ന് തന്നെ ട്രെയിനിങ് കിട്ടിയ ഡോക്ടർ യോഹാനസ് മോയിൻസിൽ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇവിടെ അത് നടത്തിപ്പോരുന്നുണ്ട്. അപ്പോൾ ജനിച്ച് കിട്ടിക്കഴിഞ്ഞ ഉടനെ ഒരു തെറാപ്പിയാണ്, ആക്ച്വലി വോയിറ്റ തെറാപ്പി എന്ന് പറയും. ഫിസിയോതെറാപ്പിസ്റ്റിനെയാണ് ഈ വോയിറ്റ പഠിപ്പിക്കുന്നത്.
അപ്പോൾ കുഞ്ഞുങ്ങളുടെ പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് ശരീരത്തിൻ്റെ പല പ്രഷർ പോയിൻറ്റ്സ് ഉണ്ട്, ആ പോയിൻറ്റ്സിനെ ലക്ഷ്യമാക്കി ബ്രെയിനിലേക്ക് സ്റ്റിമുലേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് അമ്മമാരെ പഠിപ്പിച്ചുള്ള ഒരു ചിലവുള്ള തെറാപ്പിയല്ല. ഫാദർ തോമസ് ഫെലിക്സ് CMI അച്ഛനോടൊപ്പം ആരംഭകാലം മുതൽ ഈ സ്ഥാപനത്തിന്റെ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടു വരുന്ന ഡിസൈപ്പിൾ സിസ്റ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന കോൺഗ്രിഗേഷന് കീഴിലുള്ള സിസ്റ്റർ എലൈസ് മേരി, സിസ്റ്റർ ലിൽസെറ്റ്, സിസ്റ്റർ ജാൻസി, സിസ്റ്റർ കാതറിൻ, സിസ്റ്റർ ബെറ്റ്സി എന്നിവർ ഈ സ്ഥാപനത്തിന്റെ ശുശ്രൂഷകളിൽ മുഴുവൻ സമയവും പങ്കാളികളാകുന്നു. എൻ്റെ പേര് ലിസിയാണ്. നമ്മളിവിടെ ഒരു പച്ചക്കറി അഗ്രികൾച്ചർ കൃഷിയായിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡെയിലി നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചെടി നടാനും അതിൻ്റെ വളപ്രയോഗം, അതിൽ വെള്ളം ഒഴിക്കുന്നത് എങ്ങനെ, അതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ പലതരത്തിലുള്ള പച്ചക്കറികൾ നമ്മളിവിടെ നടുന്നുണ്ട്. ചീര, പയർ, കോവലിക്ക, വഴുതനങ്ങ, അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള കൃഷികൾ. സെലക്റ്റീവ് ഷേപ്പ് ക്ലാസ്സാണിത്. ഇവിടെ നമുക്ക് വൊക്കേഷൻ കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അത് പല ലെവലിലുള്ള കുട്ടികളാണുള്ളത്. അപ്പം ഓരോ കുട്ടികളുടെയും അവരുടെ ലെവൽ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ആക്ടിവിറ്റി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പം നല്ല ലെവലായിട്ട് ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ അതനുസരിച്ചുള്ള ആക്ടിവിറ്റിയും, ചെയ്യാൻ പറ്റാത്തവരെ നമ്മൾ അതിൻ്റെ ബേസായിട്ടുള്ള ആക്ടിവിറ്റികളാണ് കൊടുക്കുന്നത്. നമ്മൾ കഴിവുള്ള കുട്ടികളില്ലാത്ത കുട്ടികളെന്നല്ല, എല്ലാ കുട്ടികളെയും നമ്മൾ ഡെയിലി ആക്ടിവിറ്റിയിലൂടെ കടത്തിവിടുകയാണ് ചെയ്യണത്. അപ്പോൾ അവർ ചെയ്യുന്നതനുസരിച്ച് അവരിലുള്ള മാറ്റം നമുക്കറിയാൻ പറ്റും. പിന്നെ ഇതിലൂടെ നമ്മൾ ഇത് മാത്രമല്ല, അവരുടെ മോട്ടോർ ഫങ്ഷൻ, പിന്നെ ഐ ഹാൻഡ് കോർഡിനേഷൻ, നല്ല ഇത്തിരി ഹൈപ്പർ ആയിട്ടുള്ള പിള്ളേർക്ക് അവരുടെ അടങ്ങിയിരിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി വളർത്തിയെടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും നമ്മൾ അവരായിട്ട് ഇടപെടുന്നത് കൊണ്ട് അവരിലുണ്ടാകുന്ന ഓരോ മാറ്റവും നമുക്ക് പെട്ടെന്ന് അറിയാനും പറ്റും. അതിനനുസരിച്ചുള്ളത് നമുക്ക് മാറ്റി കൊടുക്കാനും സാധിക്കും. ഇവരുടെ കൂടെയുള്ള ലൈഫാണ് ഏറ്റവും സന്തോഷം നിറഞ്ഞത്. നമ്മൾ എത്രയൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് വരുന്ന ഒരു മനസ്സല്ല ഇവിടെ എത്തുമ്പോൾ വേറെയാണ്. പിന്നെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കില്ല. ഇവരുമായിട്ടുള്ള ജീവിതമാണ് സന്തോഷമാണ്. പിന്നെ വൈകുന്നേരം ഇവിടെ നിന്ന് പോകുമ്പോഴാണ് വീടിനെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നത്. നമ്മൾ കുട്ടികളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുവാണ്. അവരെ ആക്ടിവിറ്റി ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുന്നതിലൂടെ അവർക്ക് എല്ലാ കാര്യങ്ങളും കണ്ട് കേട്ട് തൊട്ട് എല്ലാം മനസ്സിലാക്കി അവർ പറയുന്ന അനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കുട്ടികൾക്ക്. ശരിക്കും ഇവരുടെ കൂടെയുള്ള ജീവിതമാണ് ഏറ്റവും സന്തോഷം നിറഞ്ഞതും ഒരു ആത്മസംതൃപ്തി നമുക്ക് ഉള്ളതും ഈ കുട്ടികളുടെ കൂടെയുള്ള ഒരു ജീവിതമാണ്. കഴിയുന്നത്രതും ഇവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, ഇവരെ പരിശീലിപ്പിക്കുക, അതൊക്കെയാണ് ആഗ്രഹം. ഇപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പം മുതലേ അവരുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ മരണം എന്ന് പറയാം, മരണം വരെയുള്ള ഡെവലപ്മെൻറ്റിന് ആവശ്യമായത്, അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ടോട്ടൽ പ്രോഗ്രാമാണ് ഫെലിക്സ് അച്ഛൻ വിഭാവനം ചെയ്തതും അവർക്ക് വേണ്ടി അച്ഛൻ ചെയ്ത് വെച്ചിരിക്കുന്നതും. സ്വയമായിട്ട് തൊഴിൽ ചെയ്യാനും ജീവിക്കാനും മാരീഡ് ലൈഫ് നയിക്കുന്നവരും ഒക്കെ പലരും ഉണ്ട്. ആ ഒരു ലെവലിലേക്ക് ഞങ്ങൾ ആരുടെയും പിന്നിലല്ല, ഞങ്ങൾ നിങ്ങളെ പോലെയാണ്. ആ ഒരു സന്ദേശമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും അച്ഛൻ ചെയ്തു. CIMR പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക ഡയറക്ടറായിരുന്ന ഫാദർ തോമസ് ഫെലിക്സ് CMI അച്ഛൻ തൻ്റെ ശുശ്രൂഷാകാലം പൂർത്തിയാക്കി 2023 ജനുവരി 11 നിത്യതയിൽ പ്രവേശിച്ചു. താൻ ജീവിതം സമർപ്പിച്ച തൻ്റെ മക്കൾ ഓടിക്കളിക്കുന്ന മുറ്റത്ത് തനിക്ക് അന്ത്യവിശ്രമ സ്ഥലം ഒരുക്കണമെന്ന ഫെലിക്സ് അച്ഛൻ്റെ ആഗ്രഹപ്രകാരം CIMR സെൻറ്ററിൻ്റെ പൂമുറ്റത്ത് ഫെലിക്സ് അച്ഛന് അന്ത്യവിശ്രമ സ്ഥലമൊരുക്കി. അച്ഛൻ്റെ ആശ്വാസകരങ്ങൾ പതിഞ്ഞ അനേകായിരം കുടുംബങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ ദിവ്യ തേജസ്സായി അച്ഛൻ്റെ ദീപ്ത സ്മരണകൾ പ്രശോഭിക്കുകയാണെന്നും. തോമസ് ഫെലിക്സ് CMI അച്ഛൻ്റെ 2ാം ചരമവാർഷിക ദിനത്തിൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്കും ശുശ്രൂഷകൾക്കും മുൻപിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് തണൽ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വലിയ